ഹായ് ഓൾ, ട്രേഡ് മാക്സ് നമ്മുടെ ക്രിപ്റ്റോയുടെ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നല്ല ട്രേഡ്സ് എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ ട്രേഡ്സുകളൊന്നും തന്നെ എടുത്തിരുന്നില്ല. സ്റ്റിൽ നമ്മുടെ വ്യൂ ബെയർഷ് തന്നെ ആയിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൽ എന്താണ് അവസ്ഥ, മാർക്കറ്റ് നമുക്ക് നല്ലൊരു ട്രേഡ്സ് തരുന്നുണ്ടോ, അതല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രേഡ്സ് കഴിഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവിടുത്തെ ലിക്വിഡിറ്റി ഓൾറെഡി മാർക്കറ്റ് ടേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മാർക്കറ്റ് പുൾ ബാക്ക് തരാം. പുൾ ബാക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് എക്സാക്റ്റ് താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യാം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളൊരു 4 hour ടൈം ഫ്രെയിമിലേക്കൊക്കെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതൊരു ബേസ് ഏരിയ ആണല്ലോ. 1 hourലേക്കൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൻ്റെ ഒരു ബേസ് ആണ്. ഈ ഒരു ബേസിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ ട്രേഡ്സ് എടുത്തിരുന്നില്ല. കാര്യം നമ്മൾ ഇത് ഇന്ന് മോർണിംഗിൽ ഏറ്റവും മോർണിംഗിൽ 2:30 ടൈമിലാണ് ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി നമുക്ക് വന്നിരുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് പ്ലാൻഡ് അല്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈമിലേക്ക് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റിൽ എൻട്രി ഇട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് ഓൾറെഡി മിസ്സായിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ അതിന് ശേഷം ഇതൊരു ചെറിയ എൻട്രി, നമ്മളൊരു ചെറിയ SLഉം അതുപോലെ തന്നെ ചെറിയൊരു ടാർജറ്റും വെച്ച് നമ്മൾ ഓൾറെഡി മറ്റൊരു ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 200 പോയിൻറ്റ് SLഉം അതുപോലെ തന്നെ ഒരു 500 പോയിൻറ്റ് ടാർജറ്റ് വെച്ച് നമ്മൾ ഓൾറെഡി ട്രേഡ്സ് ഓൾറെഡി ഇവിടെ എടുത്തിരുന്നു. അതൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിനെ ആസ്പദമാക്കിയാണ് എടുത്തിരുന്നത്. ഒരു 15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ബേസ് 1 hourൻ്റെ ബേസ് ഒരു 15 മിനിറ്റ് നമ്മളത് എൻട്രി ഓൾറെഡി ആക്കിയിട്ടുണ്ട്. ഓൾറെഡി അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ചെറിയ സ്കാൽപ്പിംഗ് എൻട്രി പോലെ തന്നെ ഒരു 1:2 റിസ്ക് റിവാർഡിൽ ഒരു സ്കാൽപ്പിംഗ് എൻട്രിയാണ് നമ്മളിവിടെ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു ട്രേഡ്സ് മിസ്സായതുകൊണ്ട് ഈ ഒരു ട്രേഡ് ഓൾറെഡി നമ്മൾ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നില്ല. ഇത് എക്സാക്റ്റ് ഒരു പ്രോപ്പർ ഒരു എൻട്രി ആയിരുന്നു. നമ്മുടെ ഇവിടെ മുതൽ ഈ ഒരു ടാർജറ്റ് ഇതാണ് നമ്മൾ ഓൾറെഡി ടാർജറ്റ് ചെയ്തിരുന്നത്, പ്ലാൻ ചെയ്തിരുന്നത് ഒരു 1,200 പോയിൻ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. സ്റ്റിൽ ബട്ട് നമ്മൾ ഈ ഒരു എൻട്രി എടുത്തിരുന്നില്ല. ഇവിടെ നമ്മൾ ഈ ഒരു എൻട്രി ഇതാണ് നമ്മളിപ്പോൾ നിലവിൽ എടുത്തിരുന്നത്. അത്യാവശ്യം സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇത് ഓൾറെഡി സെല്ല് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ടാർജറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൻ്റെ വ്യൂ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലിക്വിഡിറ്റി 61,800 എന്നുള്ള ഈ ഒരു ലിക്വിഡിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം 61,000 നമ്മൾ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നതാണ് 61,000 മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുള്ളത്. അപ്പം ഇവിടുന്ന് ഒരു ഫോളോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ റേഞ്ചിലേക്ക്. ഇത് നമ്മുടെ ബൈയിങ് സോൺ ആണ്. ഇവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇവിടുത്തെ ഈ ഒരു ട്രേഡ്സ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് പുൾ ബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റിൽ ഈ റേഞ്ചിലേക്കാണ് നമ്മൾ ഇപ്പം നിലവിലൊരു ഷോർട്ട് എൻട്രിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് ഇവിടേക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി നോക്കാം. നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. നമ്മൾ 4 hours സ്വിച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിൽ ഒരുപാട് ലിക്വിഡിറ്റീസ് ഓൾറെഡി മാർക്കറ്റ് ടേക്ക് ചെയ്യാനുണ്ട്. മാർക്കറ്റ് ഈ റേഞ്ചിലൊക്കെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി ടേക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. മാർക്കറ്റ് കുറച്ചുകൂടെ താഴത്തേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്വിങ്ങിലേക്കുള്ള എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു എൻട്രീസ് മാത്രമാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് താഴത്തേക്ക് വരുമോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബുൾ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ്സ് നമ്മൾ SL അടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓൾറെഡി ഇത് നമ്മളങ്ങനെ സ്കാൽപ്പിംഗ് എൻട്രീസ് നോക്കാറുള്ളതല്ല. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സിനാരിയോയിൽ ഇപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോകേണ്ടതുകൊണ്ടാണ് ചെറിയൊരു SL വെച്ചിട്ട്, ചെറിയ SL എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരു 200-250 പോയിൻ്റൊന്നും SL വെച്ചുള്ള ട്രേഡ്സുകളോട് നമ്മൾ എടുക്കാറുള്ളതല്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓൾറെഡി നെക്സ്റ്റ് ലൈവിന് മുമ്പ് ഒരു 6-7 മണിയൊക്കെ അതിന് മുമ്പേ ഇത് ടാർജറ്റ് ആവുമെന്ന് ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളായാലും ബൈയിങ് സൈഡിലേക്ക് എൻട്രി നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ലോങ്ങിലേക്കൊക്കെ ഒരു എൻട്രി പിടിക്കുക. ജസ്റ്റ് കൗണ്ടർ എൻട്രി നിങ്ങൾ നോക്കാതിരിക്കുക. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്, ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.